ഇപ്പോൾ +2 നമ്മൾ 2 പോഡ്കാസ്റ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും. അപ്പോൾ ആ സമയത്ത് കമൻറ്റ് സെക്ഷനിൽ മുഴുവൻ കുട്ടികൾ ഡിമാൻഡ് ചെയ്ത ഒരു ടീച്ചറാണ് നമ്മുടെ ജസീൽ സാർ. അപ്പോൾ ജസീൽ സാറിൻ്റെ കൂടെയാണ് നമ്മൾ ഇന്ന് പോഡ്കാസ്റ്റ് ചെയ്യാൻ വന്നത്. അപ്പോൾ ഇതിൽ +2 കെമിസ്ട്രി സംബന്ധമായിട്ടുള്ള നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുറേ ഡൗട്ടുകളുണ്ടാവും. ഡൗട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ചോദ്യം, +1 കെമിസ്ട്രിയും +2 കെമിസ്ട്രിയും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ വ്യത്യാസങ്ങളായിരിക്കും ഉണ്ടാവുക? +1 ഇവർ മക്കളിപ്പം 9 ചാപ്റ്ററാണ് പഠിച്ചു വന്നിട്ടുണ്ടാവുക. +2 ഇവർക്ക് 10 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. പക്ഷേ അത് അവർ ഓർക്കണം, പണ്ട് 16 ചാപ്റ്ററായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. അത് 6 ചാപ്റ്റർ ഡിലീറ്റ് ചെയ്ത് 10 ആക്കിയതാണ്. അപ്പോൾ +1ഉം +2ഉം കണക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, +1 ഇവർക്ക് 2 ഓർഗാനിക് പഠിക്കാനുണ്ട്. ആ ഓർഗാനിക് കഴിഞ്ഞ് 2 അവിടെ പഠിക്കാനുള്ളൂ. +2 ഇവർക്ക് 5 ഓർഗാനിക് ഉണ്ട്. ബയോമോളിക്യൂൾസ് അടക്കം 5 ഓർഗാനിക് ഉണ്ട്. അപ്പോൾ +1 ശരിക്കും ആ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ബേസാണ്. അപ്പോൾ ഞാൻ മക്കളോടൊക്കെ പറയാറുണ്ട്, +1 ഓർഗാനിക് നിങ്ങൾ പക്ക ക്ലിയർ ആക്കി വന്നു കഴിഞ്ഞാൽ +2 ഓർഗാനിക് നിങ്ങൾക്ക് കുറേ സിമ്പിളായിരിക്കും. കാരണം അവിടെ പഠിച്ച കുറേ സാധനങ്ങൾ ഈ +2 4 ഓർഗാനിക്കിലും, ബയോമോളിക്യൂൾസ് കൂട്ടാണ്ട് 4 ഓർഗാനിക്കിലും അതുപോലെ പഠിക്കാനുള്ള ടോപ്പിക്കാണ്. അപ്പം അത് ക്ലിയർ ആക്കാത്ത മക്കളുണ്ടെങ്കിൽ ആ ചാപ്റ്റേഴ്സ് കവറപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഉള്ളത് ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി. ഇപ്പം മക്കൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ അല്ലെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സൊല്യൂട്ട്, സോൾവെൻറ്റ്, അതിൻ്റെ സൊല്യൂബിലിറ്റി കാര്യങ്ങൾ, പിന്നെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്ന ഭാഗങ്ങളാണ് ഫിസിക്കൽ. ന്യൂമറിക്കൽസ് ആയിരിക്കും അധികം ഉണ്ടാവുക. ഇനോർഗാനിക്കിലാവുമ്പോൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക് ഒക്കെ പണ്ടുണ്ടായിരുന്നു. അതിപ്പോൾ എല്ലാവർക്കും D&F ബ്ലോക്കും കോർഡിനേഷൻ കെമിസ്ട്രിയും. ബാക്കിയൊക്കെ ഓർഗാനിക്കാണ്. അതായത് 10 ചാപ്റ്ററിൽ 3 ഫിസിക്കൽ, 2 ഇനോർഗാനിക്, 5 ഓർഗാനിക്. അപ്പോൾ ഓർഗാനിക്കിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ടഫാണോ എന്നതാണ് സാറിൻ്റെ ചോദ്യത്തിൻ്റെ ഉദ്ദേശമെങ്കിൽ ഡിപ്പെൻസ് ആണ്, കുട്ടികളെ വെച്ച് ഡിപ്പെൻസ് ആണ്. അപ്പം ഒരു കുട്ടിക്ക് ഓർഗാനിക്കാണ് പ്രശ്നമെങ്കിൽ ചിലപ്പോൾ +2 അവർക്ക് പ്രയാസമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആക്കാവുന്നതേ ഉള്ളൂ, മാനേജബിൾ ആണ്. +2 കെമിസ്ട്രി എന്ന് പറയുന്നത് റൈറ്റ് പാത്തിലാണ് ഇവർ പഠിക്കുന്നതെങ്കിൽ ഇറ്റ്സ് മാനേജബിൾ എന്ന് എനിക്ക് പറയാൻ കഴിയും. ഓക്കെ, ശരി. ഈ ഓർഗാനിക്കിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു തരാം. അതിന് മുമ്പ് ഒരു കാര്യം കുട്ടി തുടങ്ങുമ്പോൾ തന്നെ ക്ലിയർ ആക്കാനുള്ളൂ, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ പല കാര്യങ്ങളുണ്ടാവും. ഒന്ന് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്ന പരിപാടി, പിന്നെ കുറേ കാര്യങ്ങൾ ബൈഹാർട്ട് പഠിക്കുന്ന പരിപാടി, പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത്. ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഒരു +2 കെമിസ്ട്രി പഠിക്കുന്ന ഒരു കുട്ടി നോക്കേണ്ടത്? ഈ 3 കാര്യങ്ങളും ശരിക്കും കെമിസ്ട്രി ഇതേപോലെയാണ് കാറ്റഗറൈസ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക്. ഇതിൽ ഫിസിക്കൽ കെമിസ്ട്രി ന്യൂമറിക്കൽ ബേസ്ഡ് ആണ്. ഇനോർഗാനിക് കെമിസ്ട്രി മെമ്മറി ബേസ്ഡ് ആണ്, കുറച്ച് കാണാപ്പാടൊക്കെ പഠിക്കാനുണ്ടാവും. ഓർഗാനിക് കെമിസ്ട്രി പക്ക. ഞാൻ ഓർഗാനിക് കെമിസ്ട്രി മക്കളോട് പറഞ്ഞു കൊടുക്കാറുള്ളത് ശരിക്കും കെമിസ്ട്രിയിലെ മാത്സ് ആണെന്ന് പറഞ്ഞു കൊടുക്കൽ. അങ്ങനത്തെ ഒരു ചാപ്റ്ററാണ്, റിയാക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഓവറോൾ പറയുകയാണെങ്കിൽ, പക്ക പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ, മക്കളെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ കെമിസ്ട്രി ഈസി ആയിരിക്കും. കാണാപ്പാടം അധിക മക്കളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റൈൽ ഓഫ് സ്റ്റഡി ഒരു പ്രശ്നമാണ്. ഇങ്ങനെ കാണാപ്പാടം പഠിക്കും, എങ്ങനെ പഠിക്കേണ്ട ഒരു ഐഡിയ ഉണ്ടാവില്ല. ശരിക്കും നമ്മളൊരു സാധനം പഠിക്കുമ്പോൾ അതിനെ ഒന്ന് എക്സാമ്പിൾ വെച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ, അപ്പോൾ എല്ലാത്തിനും എക്സാമ്പിൾ കിട്ടുമെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. മാക്സിമം ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. എക്സാമ്പിൾ വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റി കഴിഞ്ഞാൽ, അത് ലോജിക്കലി നമുക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് ഈസി ആയിരിക്കും. അപ്പം ഞാൻ +1 ഇപ്പം +2 മക്കളോടാകുമ്പോൾ +1 അവർ പഠിച്ചതായിരിക്കുമല്ലോ. അപ്പോൾ +1 കുറേ ഡെഫിനിഷനും ലോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയാം, ആദ്യം തന്നെ നിങ്ങൾ പോയിട്ട് ആ ലോ കാണാപ്പാടം പഠിക്കരുത്. +2 ഹെൻറീസ് ലോ, റൗൾസ് ലോ, ഇത് കാണാപ്പാടം പഠിക്കാൻ പോകരുത്. അതിനു മുമ്പ് ആ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് അവരുടെ മദർ ടങ്ങിൽ, മലയാളമാണെങ്കിൽ അതിൽ അത് ഇന്നതാണ് ഉദ്ദേശിക്കുന്നത്. അവരൊരു വേറൊരു കുട്ടീനെയാണ് പഠിപ്പിക്കാൻ പോകണമെങ്കിൽ എങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ആ ഡെഫിനേഷൻ വായിച്ചു നോക്ക്, ഈസി ആയിരിക്കും. ആ ഡെഫിനേഷൻ പിന്നെ അവർക്ക് കാണാൻ പഠിക്കാം. അപ്പം കാണാപ്പെടുത്തം ഉണ്ട് ഇതിൽ, പക്ഷേ കാണാപ്പെടുത്തം വരേണ്ടത് എവിടെ നിന്നാണ്? ഈ പ്രോസസ്സ് നടക്കണം. ലോജിക്കൽ കോൺസെപ്റ്റ് ഒക്കെ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ പോലും, ഇപ്പോൾ ഡയറക്റ്റ് ഡെഫിനിഷൻ അങ്ങനെ ചോദിക്കാണ്ട് ആ ഡെഫിനിഷൻ്റെ അപ്ലിക്കേഷൻ ലെവലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ പോലും കുട്ടിക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പഠിപ്പിക്കൽ രീതി അങ്ങനെ തന്നെയാണ്, ലോജിക്കൽ ബേസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം അടുത്തത് തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്, പക്ഷെ ഒരു കുട്ടിക്ക് ഫുള്ളായിട്ട് ഇരുന്നിട്ട് ഇത് എക്സാമ്പിളൊക്കെ വെച്ചിട്ട് മനസ്സിലാക്കൽ പോസിബിൾ അല്ലല്ലോ. അപ്പോൾ സാറിൻ്റെ ബാച്ചിൽ, നമ്മുടെ +2 വരെ ബാച്ചിൽ സാർ എടുക്കുന്ന ക്ലാസ്സിൽ സാറിൻ്റെ ഒരു ടീച്ചിങ് സ്റ്റൈല് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ആയിരിക്കുമോ? തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി +2 ഒരു ചാപ്റ്റർ കഴിഞ്ഞു, സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കയറി. ഞാൻ മാക്സിമം സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് ആലോചിച്ചിട്ടാണ് പഠിപ്പിക്കാറുള്ളത്. സ്റ്റുഡൻസ് എങ്ങനെയായിരിക്കും ഒരു ടോപ്പിക്കിനെ മനസ്സിലാക്കുക എന്നുള്ളത്. മിക്കവാറും ടോപ്പിക്കുകൾ നമ്മൾ ഞാൻ അങ്ങനെ തന്നെയാണ് എല്ലാം പറഞ്ഞു കൊടുക്കാറുള്ളത്. പിന്നെ നമ്മുടെ ബാച്ച് ക്ലാസ്സുകളിലൊക്കെ
പക്ക ക്ലിയറായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ പറഞ്ഞു കൊടുത്ത് അവസാനമാണ് ഞാൻ മിക്കവാറും ഞാൻ റൗൾസ് ലോ എന്നൊക്കെ പറയുമ്പോൾ അവസാനമാണ് ലോയിലേക്ക് എത്തൽ. ഇതാണ് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് അത് ഡെയിലി ലൈഫിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എക്സാമ്പിളൊക്കെ എടുത്തിട്ട് ആണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് അത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റലുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, കുട്ടികളുടെ ഒരു ഫീഡ്ബാക്ക് എന്ന് നമുക്കറിയുമ്പോൾ. അപ്പോൾ അങ്ങനെ തന്നെയാണ് കുട്ടികളും പഠിക്കേണ്ടത്. ഓടിച്ചാടി ഒരു ഇത് പഠിക്കുക എന്നുള്ളതിനപ്പുറം നമ്മൾ ഉയരെ ബാച്ചിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും എടുക്കുക എന്നുള്ള കുട്ടിക്ക് ഗ്യാരണ്ടി കൊടുക്കാനും പറ്റും. കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർക്കത് ഈസി ആയിട്ട് കെമിസ്ട്രി ഒരു പ്രശ്നമല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ബാച്ചിൻ്റെ ക്ലാസ് എങ്ങനെയാണെന്ന് മനസ്സിലായി. സാർ ഇങ്ങനെ കോൺസെപ്റ്റ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കിപ്പിക്കുന്നു, ലോജിക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നു. പിന്നെ ഒബ്വിയസ്ലി പഠിക്കേണ്ട ബൈ ഹാർട്ട് പഠിക്കേണ്ടവരും കൊണ്ട് ബൈ ഹാർട്ട് പഠിക്കണം, അതിന് വേറെ കാര്യം. ഈ കുട്ടികളുടെ ഈ +2 കെമിസ്ട്രി ജീവിതത്തിൽ NCERT ഒരു വലിയ ഘടകമായിരിക്കുമല്ലോ. അപ്പോൾ ഈ NCERT ശരിക്കും കുട്ടികൾ വായിച്ച് പഠിക്കണം? NCERT ശരിക്കും വായിക്കണം എന്നാണ് ഞാൻ പറയാം. പക്ഷേ അതിൻ്റെ ഒരു വായനയുടെ രീതി നമ്മൾ ഓടിച്ചാടി ഞാൻ വായിക്കണം എന്ന് പറയുമ്പോഴേക്കും അവർ ഓടിച്ചാടി വായിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പണി കിട്ടും. ഞാൻ പറയാനുള്ളത് നമ്മളൊരു ചാപ്റ്റർ എടുത്തതിന് ശേഷം, അപ്പോൾ നമ്മളൊരു ചാപ്റ്റർ ഒരു ടോപ്പിക്ക് ഇപ്പോൾ ഇന്നൊരു ദിവസം നമ്മളൊരു ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പഠിപ്പിച്ച് പോയി ഒരു ടോപ്പിക്ക് ഒരു എത്തുമല്ലോ. അപ്പോൾ അവർക്ക് അതിൽ നിന്നുള്ള എല്ലാ പോയിന്റുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതിനുശേഷം അതായത് നമ്മൾ പഠിപ്പിച്ചതിന് ശേഷമാണ് അവർ അത് വായിക്കുന്നെങ്കിൽ, എന്നാലും കംപ്ലീറ്റ് മനസ്സിലായിക്കോണമെന്നില്ല. കാരണം അതിൻ്റെ ഒരു ഒരു സെൻറ്റൻസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സെൻറ്റൻസ് അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങി ഇങ്ങനെ കോമട്ട് പോയിട്ടാണ് സ്ട്രക്ചർ അവസാനിക്കുക. അപ്പോൾ പെട്ടെന്ന് ക്ലിയർ ആവില്ല. പക്ഷേ നമ്മൾ പഠിപ്പിച്ചതിന് ശേഷമാണ് വായിക്കുന്നെങ്കിൽ കുറേ ഐഡിയാസ് കിട്ടും. അപ്പം ബോർഡ് എക്സാമിന് കുറേ ഇപ്പം നമ്മൾ പാറ്റേൺ മാറി എന്നൊക്കെ പറയുമ്പോൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നാലും അവർക്ക് അതിൽ കുറേ കാര്യങ്ങൾ കിട്ടും. മെയിൻലി അത് ഹെൽപ്ഫുൾ ആവുക അവർ ഈ +2 കഴിഞ്ഞിട്ട് കോമ്പറ്റീറ്റീവ് എക്സാംസിന് പോകുമ്പോൾ ആ സമയത്ത് പോയിട്ട് NCERT വായിക്കുന്നവരുണ്ട്. അതിനപ്പുറം ഇപ്പോഴേ വായിച്ച് തുടങ്ങിയാൽ സമയം ഉണ്ടാക്കി, അതിന് ഞാൻ പറയുന്നത് സമയം കിട്ടും. നമ്മൾ പഠിപ്പിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് മനസ്സിലാവണമെന്ന് വാശി പിടിക്കരുത്. പക്ഷേ ഒരു ഐഡിയ നമ്മൾ NCERT ആയിട്ടൊരു കണക്ഷൻ ഉണ്ട് എന്ന് കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്ന രൂപത്തിൽ ഒന്ന് വായിച്ചെടുത്താൽ ഏറ്റവും നല്ലതാണ്, ഏറ്റവും പെർഫെക്റ്റ് ആണ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, ഈ +2 കെമിസ്ട്രി പഠിക്കുമ്പോൾ അല്ലെ ജനറലി +2 പഠിക്കുന്ന സമയത്ത് കുട്ടികൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്സ് എന്താണ് സാറിൻ്റെ പെർസ്പെക്റ്റീവിൽ? അതായത് ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ച കാലത്ത് ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞത് ഈ സ്റ്റൈൽ ഓഫ് സ്റ്റഡി ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഈ 10th വരെയൊക്കെ മിക്കവാറും കുട്ടികൾ എന്താണ് ഈ പഠിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇങ്ങനെ പഠിച്ചു പോകും, എന്താണല്ലോ അലോങ് പറയും എന്നെ പറയും, എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞുതരാൻ കഴിയുണ്ടാവില്ല. അപ്പോൾ ഈ സ്റ്റൈൽ ഓഫ് സ്റ്റഡി ഒരു പ്രശ്നമാണ്. അതെന്തുകൊണ്ട് വെച്ചാൽ അവർക്ക് എക്സാമിന് മാർക്ക് വേണം എന്നുള്ളതുകൊണ്ട് മാത്രമായിരിക്കും അവർ അങ്ങനെ പഠിക്കുന്നത്. അപ്പം അത് ഇൻഡയറക്റ്റായിട്ട് ചോദ്യം വരുമ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ റിസൾട്ട് തന്നെ അറിയാലോ, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ എത്രയോ കുറഞ്ഞു റിസൾട്ടിൻ്റെ ആ പേഴ്സൻറ്റേജ്. അപ്പോൾ ആ ഇൻഡയറക്റ്റ് ഇത് വരുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഇവർ വരുത്തുന്നൊരു മിസ്റ്റേക്കും അത് തന്നെയാണ്. എങ്ങനെ പഠിക്കണം എന്നുള്ളത് മക്കൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്ന് എൻ്റെ ഒരു. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ഓഡിയൻസിനോട് എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി തന്നെ. നിങ്ങൾ പഠിക്കുന്നത്, അതായത് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് 40% ആണ് കിട്ടുക. 40% ക്ലാസ്സിൽ നിന്ന് കിട്ടും. അതിൽ നിന്നെല്ലാം കിട്ടിയെന്ന് വിചാരിക്കരുത്, 40% കിട്ടുന്നുള്ളൂ. നെക്സ്റ്റ് ഇപ്പോൾ ഞാൻ ഇന്നൊരു ക്ലാസ് ചാപ്റ്റർ എടുത്തു, അടുത്ത ആഴ്ചയാണ് അതിൻ്റെ ബാക്കി എടുക്കുന്നെങ്കിൽ അടുത്ത ആഴ്ചയ്ക്ക് മുമ്പ് അവരുടെ ഭാഗത്തു നിന്നുള്ള വായന, അവരുടെ ഭാഗത്തു നിന്നുള്ള പഠിത്തം അവർ തീർത്തിരിക്കണം. അപ്പോൾ ഒരു 40% കൂടെ കിട്ടും. അപ്പോൾ ഒരു 80% അവരൊരു ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ഐഡിയ. പിന്നെ റിവിഷൻ കൂടെ ചെയ്യുമ്പോഴാണ് 20% 100 ആവുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് പോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് എഫേർട്ട് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് തുടങ്ങിയ ആ റൈറ്റ് എങ്ങനെയാണത് പഠിക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ ഇവർ ഇത് ചെയ്യൂല അധികവും. ഇതുവരെപ്പോഴാണ് ചെയ്യുക, നമ്മൾ ക്ലാസ് എടുക്കും, ആ ഓർമ്മയിൽ നമ്മൾ ഇപ്പം ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഇവർ പിന്നെ അന്ന് പറഞ്ഞ ഓർമ്മയിലായിരിക്കും പറയുന്നത്. അധികം നമുക്ക് ആൻസർ കേൾക്കുമ്പോൾ മനസ്സിലാവും, അന്ന് പറഞ്ഞ ഓർമ്മയിൽ. ഇവർ ഈ വായിക്കുക എന്നുള്ളൊരു സാധനം കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഇവർക്ക് അറിയാതെ തന്നെ അതുണ്ടാവും. അത് ഇവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ഭാഗം നമ്മളടുത്തുനിന്ന് കിട്ടുക 40%, അവരും കൂടെ ചെയ്യുക, നമ്മൾ അടുത്ത് പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യുക. പിന്നെ നോട്ട് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ അതിൽ വരും. നോട്ട് ഉണ്ടാക്കലും ഞാൻ എപ്പോഴും പറയുന്നു. ഇപ്പം ഒരു സ്റ്റുഡൻറ്റ് പ്രാവശ്യം എനിക്ക് പിന്നെ CBSE പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്, +2. അവർ മെസ്സേജ് ഇങ്ങനെ എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര സന്തോഷം തോന്നി. അവൻ അയച്ചെന്താ വെച്ചാൽ, എനിക്ക് ഓർഗാനിക് ഭയങ്കര പ്രയാസമായിരുന്നു, ഭയങ്കര ടഫായിരുന്നു, ഞാനത് സ്കിപ്പ് ചെയ്യാൻ വിചാരിച്ചാണ്. പക്ഷേ 5 ചാപ്റ്ററും ഓർഗാനിക് ആയതുകൊണ്ട് സ്കിപ്പ് ചെയ്യലൊരു രക്ഷയില്ല, എങ്ങനെയൊക്കെ പഠിക്കണമെന്ന് വെച്ചാൽ. അങ്ങനെയാണ് സാറിൻ്റെ ക്ലാസ് കാണുന്നതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുറേ പറഞ്ഞ്. അതിലവൻ പറഞ്ഞൊരു പോയിന്റ്, സാർ ഇങ്ങനെ അന്ന് പറഞ്ഞപ്പോൾ നോട്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം വ്യത്യസ്ത കളേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പിന്നെ മെമ്മറിയിൽ നിൽക്കും എന്നൊക്കെ. അപ്പോൾ അവൻ നോട്ടൊക്കെ എടുത്ത് സാറ് പറഞ്ഞ പോലെ ഓരോ ചില ട്രിക്കുകൾ, ചില ലോജിക്കുകളൊക്കെ ഉപയോഗിച്ച് അങ്ങനെ അവൻ്റേതായിട്ടുള്ളൊരു നോട്ട് ഉണ്ടാക്കി. നമ്മൾ പഠിപ്പിച്ചതിന് ശേഷം അവൻ സ്വന്തം ഇരുന്ന് പഠിക്കുമ്പോൾ അവൻ്റേതായിട്ട് നോട്ട് ഉണ്ടാക്കി. ആ നോട്ട് അവന് എക്സാമിന് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായി. അവൻ വിചാരിക്കാത്തതിനേക്കാൾ
മാർക്ക് ഏകദേശം 90% അടുത്ത് മാർക്കാണ് CBSE വന്നു. അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടെന്ന് സന്തോഷം ഉണ്ടല്ലോ. അപ്പം ഇത് സ്റ്റുഡൻസ് ഈ ഒരു സംഭവം നന്നായിട്ട് പഠിക്കുക, നോട്ട് ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധിക്കുക. നോട്ട് പലപ്പോഴും സ്റ്റുഡൻസിൻ്റെ ഒരു പ്രശ്നമാണ്. ആദ്യത്തിലൊക്കെ ഭയങ്കര പെർഫെക്ഷനായിട്ട് നോട്ട് ഉണ്ടാക്കും, പിന്നെ അങ്ങനെ എന്തൊക്കെ ആയിരിക്കും. ഈ സാധനം പഠിക്കാൻ നേരത്തെ അവർ ഇതിൻ്റെ പ്രശ്നം മനസ്സിലാക്കും. ഇതാണ് മെയിൻലി എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്റ്റൈൽ ഓഫ് സ്റ്റഡി മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ. അപ്പം ഇടയ്ക്കിടയ്ക്ക് വന്ന് കമൻറ്റ് ബോക്സിൽ ഈ ക്ലാസ് കണ്ടാൽ ഫുൾ മാർക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഉത്തരം കിട്ടിയെന്ന് തോന്നുന്നു. അതെ. ക്ലാസ് ഒരു ചെറിയൊരു ഭാഗം മാത്രമല്ല. അപ്പോൾ നെക്സ്റ്റ് ചോദ്യം നമ്മൾ മാത്സിലും ഫിസിക്സിലും എല്ലാത്തിനും ചെയ്തതാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അതായത് ചാപ്റ്റർ ഡിഫിക്കൽറ്റി റേറ്റ് ചെയ്യാൻ. അപ്പം സാറ് ഒരു 1 to 5 സ്കെയിൽ റേറ്റ് ചെയ്താൽ മതി. 5 എന്ന് പറഞ്ഞാൽ റേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് ചിലപ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവിലായിരിക്കും ഞാനത് ഓരോ കുട്ടികൾക്ക് ഡിപ്പെൻസ് ആണ് എങ്കിലും ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു ഇതും പറയാം. കുട്ടികൾക്ക് നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വേണ്ടി 5 എന്ന് പറഞ്ഞാൽ ഏറ്റവും ടഫ്, 1 എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈസി. ഓക്കെ. ഓരോന്നേരം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സൊല്യൂഷൻസിന് 3. ഇലക്ട്രോ കെമിസ്ട്രി ഓൾസോ 3. കെമിക്കൽ കൈനറ്റിക്സ് 2.5 or 3. 2.5 വരാം. DNF 2.5. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് 3. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ എരീൻസ്. അവിടെയാണ് നമ്മൾ ഓർഗാനിക് തുടങ്ങുന്നത്. അപ്പോൾ നമ്മളൊരു 4 കൊടുക്കും. ഫസ്റ്റ് പഠിച്ച് തുടങ്ങുക. ലെവൽ മാറി. ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈഥേഴ്സ് 4. ആൽഡിഹൈഡ്സ് കുറച്ച് വലിയ ചാപ്റ്ററാണ്. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് 3 ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ കുറിച്ച് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഞാനൊരു 5 തന്നെ കൊടുക്കും. ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് നൈട്രജൻ, അതായത് അമൈൻസിൽ ഓൾറെഡി 4 അവർ പഠിച്ച് കഴിഞ്ഞ് ഏകദേശം ഒക്കെ ഓർഗാനിക്കിനൊക്കെ ആയിട്ടൊരു കണക്ഷൻ ഉണ്ടാകുന്ന ചാപ്റ്ററാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 2 or 3 ഒക്കെ കൊടുത്താൽ തന്നെ അവർക്ക് പഠിച്ചെടുക്കാവുന്ന ഭാഗം ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് ബയോമോളിക്യൂൾസ് ഓഫ് കോഴ്സ് 1. ഓക്കെ. അപ്പം ഇതിൽ ചാപ്റ്റർ വലുത് എന്നുള്ളതനുസരിച്ചാണ് ഞാൻ ആദ്യം കൊടുത്ത റേറ്റിങ്ങിൽ 3 കൊടുത്തതൊക്കെ ഫിസിക്കൽ കെമിസ്ട്രിയാണ്. അപ്പോൾ ഞാനത് കൊടുക്കാൻ കാരണം ചില ആളുകൾക്ക് ഈ ന്യൂമറിക്കൽസ് പ്രശ്നമായിരിക്കും. ഈ റേറ്റിംഗ് ഇടുമ്പം മക്കൾ മനസ്സിലാക്കേണ്ടത്, സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഈ ചാപ്റ്ററൊക്കെ എങ്ങനെ പറഞ്ഞാലും 3 ആയാലും നമുക്കത് എന്താക്കാം, 2 ആക്കാം, 1 ആക്കാം. ചില സ്റ്റുഡൻസ് ഇപ്പം ഞാനത് പറയുന്നത് കേൾക്കുമ്പോൾ സൊല്യൂഷൻസ് പഠിച്ച കുട്ടികളുണ്ടാവും നമ്മളെ ബാച്ചിൽ. അവർ 3 ഒക്കെ സാർ എന്തിനാണ് കൊടുക്കേണ്ട ആവശ്യം, 2 അല്ലേ ഉള്ളൂ, 1 അല്ലേ ഉള്ളൂ, അത്ര ഈസി ആണല്ലോ. അതെന്താ വെച്ചാൽ അവർ 2 ഈ പ്രോസസ്സ് കഴിഞ്ഞു, പഠിച്ച് വെക്കാം, അത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭവമാണ് പറയുന്നത്. കുട്ടികളുടെയും കൂടെ ഭാഗത്തുനിന്ന് ആലോചിച്ച് പറഞ്ഞാൽ ഓക്കെ. അപ്പം ഒരു കാര്യം ക്ലിയർ ആണ്, അത് ആദ്യത്തെ ഭാഗത്ത് 2ഉം 3ഉം ലെവലിലൊക്കെ ആണെങ്കിലും പക്ഷേ സെക്കൻഡ് പാർട്ടിൽ സാറ് മെല്ലെ കൂട്ടി 4, 5 എന്നൊക്കെ ലെവലിലേക്ക്. അപ്പം എനിക്ക് തോന്നുന്നു കുട്ടികൾ പഠിക്കുമ്പോഴും ആദ്യ ഭാഗം കുറച്ച് പെട്ടെന്ന് തീർക്കാനും വേണ്ടി നോക്കേണ്ടി വരും. കാരണം അല്ലെങ്കിൽ പല കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഈ അവസാനം ആകുമ്പോഴത്തേക്കും സമയം ഉണ്ടാവില്ല, എന്നാൽ പഠിക്കാനുള്ള സാധനം അതൊരു പ്രശ്നം. ആദ്യത്തെ ചാപ്റ്ററിൽ ഒരുപാട് സമയം കൊടുത്ത് ഓർഗാനിക് എത്തുമ്പോഴേ സമയം ഉണ്ടാവില്ല. പിന്നെ അവർ സമയമില്ലല്ലോ എന്ന് വെച്ചിട്ടുള്ള പഠിത്തം പഠിക്കും. അപ്പോൾ ഓർഗാനിക് ടഫാന്ന് ഓട്ടോമാറ്റിക്കലി പറയുകയും ചെയ്യും. ആ സമയം കൊടുക്കുന്നത് ഈ ഡിസ്ട്രിബ്യൂഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സാറ് പറഞ്ഞ പോലെ ആദ്യത്തെ ഭാഗത്തുള്ള ഭാഗങ്ങൾ വേഗം പഠിച്ചു തീർത്ത് കഴിഞ്ഞാൽ അത്രയും ഈസിയാണ്, വേഗം വായിച്ചെടുക്കാനും പറ്റും. രണ്ടാമത്തെ ഭാഗത്താണ് നമ്മുടെ ഓർഗാനിക് തുടങ്ങുന്നത്. ഓക്കെ. സെക്കൻഡ് പാർട്ട് മൊത്തം ഓർഗാനിക്കാണ്. അപ്പോൾ നമ്മുടെ ബാച്ചിലെ കുട്ടികളും പലപ്പോഴും ഇങ്ങനെ വിചാരിക്കലുണ്ട്, നമ്മൾ എന്തിനത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തിനത്ര പെട്ടെന്ന് ചാപ്റ്റർ എടുത്ത് പോകുന്നത്. അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഇതാണ് പ്രശ്നം. അത് എനിക്കൊന്നും മാത്സിൽ, കെമിസ്ട്രിയിൽ മാത്രമല്ല മാത്സിലും ഫിസിക്സിലും എല്ലാം ഈ ഒരു പ്രശ്നമുണ്ട്. അവസാനത്തെ ചാപ്റ്ററൊക്കെ വരുമ്പോൾ ടഫായിട്ട് വരും. അതെ. അപ്പോൾ നേരത്തെ തുടങ്ങുക, മാക്സിമം റിവിഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കാൻ നമുക്ക് പറ്റും. അപ്പം ഏറ്റവും നേരത്തെ തുടങ്ങിയോ അത്രയും നമ്മൾ സേഫാണ്. 5, 4 4, 3. അതെ. പിന്നെ നമുക്ക് ഇനി ഓർഗാനിക്കിലേക്ക് വരാം. അപ്പോൾ ഓർഗാനിക് എല്ലാവരും ടഫാന്ന് പറയുന്നു, സാറും നമ്പർ കൂട്ടി. എന്താണ് ടഫാവാനുള്ള കാരണം? ഓർഗാനിക് എന്ന് പറഞ്ഞാൽ അതായത് +1 വരെ ഇതിൻ്റെ ബേസ് പഠിക്കുന്നുണ്ട് ഓർഗാനിക്കിൻ്റെ. +2 എത്തുമ്പോൾ +1 സത്യം പറഞ്ഞാൽ ആദ്യത്തെ ചാപ്റ്ററിൽ നെയിമിങ്, അതിൻ്റെ കുറച്ച് പ്യൂരിഫിക്കേഷൻസ് ആണ്, കുറച്ച് വലിയ ചാപ്റ്ററാണ്, പക്ഷേ നെയിമിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. സെക്കൻഡ് ചാപ്റ്റർ കുറച്ച് റിയാക്ഷൻസ് ഒക്കെ തുടങ്ങി. ആ റിയാക്ഷൻസിൻ്റെ ഒക്കെ യഥാർത്ഥ ഭാഗങ്ങൾ കാണാൻ പോകുന്നത് +2ലാണ്. കുറച്ച് ടഫ് ആവാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് റിയാക്ഷൻസ് ഇങ്ങനെ മക്കൾ പഠിച്ചു വരുമ്പം ആദ്യത്തത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ മൈൻഡിലില്ലല്ലോ, ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ അവർ മറന്നിട്ടും ഉണ്ടാവും വായിച്ച് നോക്കുമ്പോൾ. ഇതൊരു പ്രശ്നമാണ് അവർ. അത് കഴിഞ്ഞ് അടുത്ത ചാപ്റ്റർ തുടങ്ങും. അപ്പോൾ ഇതേപോലത്തെ റിയാക്ഷൻസ് ഇവിടെയും വരും, ഇതേപോലത്തെ റിയാക്ഷൻസ് അപ്പുറത്ത്, ഇങ്ങനെ 4 ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും ഓർഗാനിക്കിൽ കുറേ റിയാക്ഷൻസ് കാര്യങ്ങൾ ഇത് പ്രശ്നമാണ് എന്നുള്ള അർത്ഥത്തിൽ പറയും. അങ്ങനെ അവർക്ക് ടഫായിട്ട് തോന്നാം. എന്നാൽ നമ്മളെ ബാച്ചിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യമെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് തന്നെ പഠിപ്പിച്ചപ്പോൾ എനിക്ക് ഫീഡ്ബാക്ക് വന്നത് എന്താ വെച്ചാൽ അത്ര ടഫാന്ന് തോന്നിയെങ്കിലും അവസാനം നമുക്ക് എന്താക്കാൻ പറ്റി, അത് ഈസി ആക്കാൻ പറ്റി. അതെങ്ങനെ വെച്ചാൽ ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞൊരു പോയിൻ്റാണത്. നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മളിവിടുന്ന് തരും. ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമാണ് ഓർഗാനിക്കൊക്കെ.
അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ മാത്സ് പോലെയാണ് കെമിസ്ട്രി. ഇപ്പോൾ നമ്മൾ മാത്സിൽ 2+3 എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ 2+3 എന്ന് പറയുന്ന ആ നമ്പറിനേക്കാൾ ഇമ്പോർട്ടൻസ് ആയിട്ട് പ്ലസ്സിനാണല്ലോ. എന്ത് ചെയ്യണം, ആ പ്ലസ് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തും വരുന്ന ഏത് നമ്പർ വന്നാലും സ്റ്റുഡൻറ്റ് കിട്ടും. ഇതേപോലെ ഓർഗാനിക്കിൽ കുറേ റിയാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റുഡൻസ് ഈ റിയാക്ഷൻ്റെ എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നതിനപ്പുറം ആ 2 എണ്ണം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഡക്റ്റ് എഴുതാൻ കാണാപ്പാടം പഠിക്കും. ഇത് എക്സാമിന് ഈ 2 സാധനം മാറ്റിയിട്ട് വേറെ സാധനം വെച്ചാൽ അവർ എഴുതൂല. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് പഠിക്കേണ്ടത്, ഒരു റിയാക്ഷനിൽ എന്താണ് കറക്റ്റ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് അത് പഠിക്കുമ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഉള്ള ടോപ്പിക്കാണ് ഓർഗാനിക്. അതങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റുഡൻസിനും അത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിരിക്കും. മറക്കുന്ന പ്രശ്നം കുറയും. കാരണം ഇപ്പം ഒരു റിയാക്ഷനിൽ നമ്മൾ ചേർക്കുന്ന ഒരാൾക്ക് ഒരു ഡ്യൂട്ടി ഉണ്ടാവും. ആ ഡ്യൂട്ടി അയാൾ ചെയ്യും. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന പോലെ ഫോർ എക്സാമ്പിൾ കോൺസെൻട്രേറ്റഡ് H2SO4 ഒരു റിയാക്ഷനിൽ ചേർത്താൽ അതിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷനാണ്. അപ്പോൾ ആ റിയാക്ഷനിൽ വാട്ടർ മോളിക്യൂൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. അപ്പോൾ ആ വാട്ടർ മോളിക്യൂൾ അതിനെ അബ്സോർബ് ചെയ്യും എന്നുള്ള സാധനം പഠിച്ചു കഴിഞ്ഞാൽ ഈ റിയാക്ഷനിൽ കോൺസെൻട്രേറ്റഡ് H2SO4 കണ്ടാൽ ഇവർക്ക് എന്ത് ചെയ്യാം, വാട്ടറിന് റിമൂവ് ചെയ്ത് ആൻസർ എഴുതാവുന്നേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി പഠിച്ചാൽ മതി. അപ്പോൾ എല്ലായിടത്തും H2SO4 കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റും. ചില സ്ഥലത്ത് മാത്രമേ എക്സെപ്ഷൻ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റിയാൽ ഓർഗാനിക് കാണാപ്പാടം, ഞാൻ നേരത്തെ പറഞ്ഞു കാണാതെ പഠിക്കുക എന്നുള്ളത്. നമുക്ക് കുറേ റിയാക്ഷൻസ്, കുറേ പേരുകളുണ്ടാവും. ആ പേരുകളൊക്കെ ഇങ്ങനെ കാണാതെ പടം ഇങ്ങനെ പഠിച്ചു പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അതിനപ്പുറം അതിലെന്താ ചേർത്തത്, അതിന് പകരം അതിന് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എന്ത് പഠിക്കണം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓർഗാനിക് ടഫാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഒരു ഗെയിമൊക്കെ കളിക്കും. ഇപ്പോൾ ഗെയിം ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഗെയിം ഈസി ആയാൽ കുട്ടികൾ കളിക്കൂല. അത്ര ഈസി ആയ കുട്ടികൾ കളിക്കൂല, ഒരു മടുത്തു പോകും. വൺ ടഫാണെങ്കിലും ചിലപ്പോൾ പോകില്ല. ഒരു ചലഞ്ചിങ് ആണ് അത്. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എത്തുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ്. അതിങ്ങനെ കുട്ടികൾ ഇങ്ങനെ ഒരു ത്രില്ല് വരും. ഇതേപോലെയാണ് കെമിസ്ട്രിയിലും ഓർഗാനിക്കൊക്കെ സാധനം. ഒരു ത്രില്ല് വരണം. ഒറ്റ ഈസി ആയ അത്ര രസമില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ അവർ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ബാക്കി ഫിസിക്കലിനേക്കാളും ഇനോർഗാനിക്കാളും എൻ്റെ പെർസ്പെക്റ്റീവിൽ കുറച്ച് ത്രില്ല് വരുന്നൊരു ഇൻട്രസ്റ്റ് വരുന്നൊരു ടോപ്പിക് കൂടിയാണ് ഓർഗാനിക്. നമുക്ക് ഇത് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനൊക്കെ ആഗ്രഹം വരുന്നൊരു ടോപ്പിക് കൂടിയാണ് ഓർഗാനിക്. അത് അങ്ങനെ പഠിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക് സാറ് പറഞ്ഞ മിസ്റ്റേക്ക് ആയിരിക്കും. ഞാനും +2 പഠിച്ച സമയത്ത് ഉണ്ടാക്കിയ മിസ്റ്റേക്കാണ്. നമ്മളിങ്ങനെ റിയാക്ഷൻ എല്ലാം കൂടെ എഴുതി വെക്കും, എന്നിട്ട് അതിങ്ങനെ ബൈഹാർട്ട് പഠിക്കാൻ നോക്കും. അതിന് ഈ പറഞ്ഞ ലോജിക്കും കാര്യങ്ങളും നമ്മൾ നോക്കുന്നത് നടന്നൊന്നും അറിയണ്ടാവില്ല. അതിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ അവസാന നിമിഷമാണ് ഇതിരുന്ന് പഠിക്കുന്നത്. അപ്പോൾ ആ ലോജിക്കിൻ്റെ ഒന്നും സമയം ഉണ്ടാവില്ല. പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ നോക്കും. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് പഠിക്കാനൊക്കെ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര എക്സ്ട്രാ എഫേർട്ടും നിങ്ങൾക്ക് ഭയങ്കര മെമ്മറി പവറിൻ്റെ ഒക്കെ പറ്റുമായിരിക്കും. ഇല്ലെങ്കിൽ അതൊരു വലിയൊരു ടാസ്ക്കാണ്. ഈ സാർ പറഞ്ഞ പോയിന്റാണ് ലാസ്റ്റ് സമയത്തേക്ക് ഇരിക്കും. അപ്പോൾ നമ്മൾ ഈ ലോജിക്കൊക്കെ പഠിക്കാൻ പറയുമ്പോൾ സ്റ്റുഡൻറ്റ് എനിക്ക് എവിടെ സമയം, എനിക്ക് സമയമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ അങ്ങനെ പഠിക്കും. അപ്പം അത് മാറ്റിയിട്ട് ഇപ്പോഴേ തുടങ്ങിയാൽ ഓക്കെയാണ്. അവനത് കിട്ടുകയും ചെയ്യും. ഇവിടെ മാത്രമല്ല, നമുക്ക് ആ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പോലും നമ്മൾ ജസ്റ്റ് ഇപ്രാവശ്യം വന്ന നീറ്റ് ടഫ് എന്ന് പറഞ്ഞ പ്രാവശ്യം വന്ന നീറ്റിന് പോലും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡാണ് ക്വസ്റ്റ്യൻസ് മൊത്തം. അപ്പോൾ അതുപോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കേണ്ടി വരും. ഈ ഒരു ലിസ്റ്റ് റിയാക്ഷൻ പഠിച്ചിട്ട് സാറി പറഞ്ഞ പോലെ തന്നെ അതിൽ ഒരാളെ മാറ്റി വേറെ ആളെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ പഠിക്കുന്നവർക്ക് പറ്റില്ല. അതന്നെ ഇപ്പം അങ്ങനെ വരാനാണ് ക്വസ്റ്റ്യൻസ് സാധ്യത കൂടുതൽ. ഇനി +2 ഇനി സാധ്യത കൂടുതൽ അങ്ങനത്തെ തന്നെയാണ്. കാണാപ്പാടം പഠിക്കുക, ഒരു സയൻറ്റിസ്റ്റിനെ പേര് വെച്ച് റൈറ്റ് ദ റിയാക്ഷൻ എന്ന് പറയുന്നതിന് പകരം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാനാണ് സാധ്യത കൂടുതൽ. കഴിഞ്ഞ ലാസ്റ്റ് പബ്ലിക് എക്സാമിന് അങ്ങനെ കണ്ടു. അത് അങ്ങനെയായിരുന്നു അതിൻ്റെ ട്രെൻഡ് ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ സാറ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ +1 കെമിസ്ട്രിയിലെ ഓർഗാനിക് ആണ് ഇതിൻ്റെ ബേസിക്, അത് കഴിഞ്ഞിട്ടാണ് +2. ഇപ്പോൾ ഒരു കുട്ടികൾ കുറച്ച് ചിന്തിക്കുന്നുണ്ടാവും +1 ഞാൻ നന്നായി പഠിച്ചില്ല, അപ്പം ഞാൻ +2 വരുമ്പോൾ ഞാൻ എങ്ങനെ അത് മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇനി പഠിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. ഞാൻ പറയാൽ +1 പഠിച്ച സ്റ്റുഡൻറ്റിന് കുറച്ചും കൂടെ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഇത് ഓൾറെഡി +2 ടോപ്പിക്കും കൂടെ ആയതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ കൃത്യമായിട്ട് പഠിപ്പിച്ച് കൊടുക്കാറുണ്ട്. ചില ടോപ്പിക്കുകളൊക്കെ 4 ഓർഗാനിക്കിലും ഒരുപോലെ വരുന്നുണ്ട്. അപ്പം ഏറ്റവും നല്ലത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 ഓക്കെ സമയമില്ല, കുഴപ്പമില്ല, +2 പഠിച്ചെടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, കംപ്ലീറ്റ് വേണമെന്നില്ല. പക്ഷെ സമയമുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മൾ പിന്നെ ആപ്പിൽ തന്നെ ഈ ചാപ്റ്റേഴ്സ് ഉണ്ടാവും, ഹൈഡ്രോ കാർബൺസിൻ്റെയും ഓർഗാനിക്കിൻ്റെ ചാപ്റ്റേഴ്സ്. ഒന്ന് വേഗത്തിലൊന്ന് ഓടിച്ച് വിട്ടിട്ട് അതിൻ്റെ റിയാക്ഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ഓർഗാനിക്കിന് എത്തുന്നതിന് മുമ്പ് ഒന്നും കൂടെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ കാണുന്ന കുട്ടികളാണെങ്കിലും അതിൻ്റെ വൺ ഷോട്ട് കണ്ടാലും മതി. അതെ, വൺ ഷോട്ട് കണ്ടാലും മതി. അത്യാവശ്യം നമ്മൾ റിയാക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടെ പറയുമ്പോൾ തന്നെ പഠിപ്പിക്കുമ്പോൾ തന്നെ പറയുന്നത് +2 പഠിക്കാനുള്ള കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഏകദേശം ഐഡിയയും കിട്ടും ഏത് ടോപ്പിക്കാണ് പഠിക്കേണ്ടത് കൃത്യമായിട്ട്. നെക്സ്റ്റ് ചോദ്യം, കെമിസ്ട്രി ഇപ്പോൾ ടഫായി വരികയെന്ന് സാർ തന്നെ പറഞ്ഞു. കഴിഞ്ഞ വർഷം നമ്മൾ +2 പേപ്പറൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് ട്വിസ്റ്റൊക്കെ ചെയ്തിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു.
ഈ ടഫായി വരുന്ന പറയുമ്പോൾ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? അതായത് കെമിസ്ട്രി ടഫാക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ടഫാക്കുക? കോൺസെപ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുന്ന രീതിയാണോ, അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് കുറേ ചോദിക്കുന്നതാണോ, അല്ലെങ്കിൽ ബൈഹാർട്ട് പഠിക്കേണ്ട സാധനങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് ചോദിക്കുന്നത്? എങ്ങനെയാണ് പൊതുവെ ടഫ് ആവാറ്? ടഫാവെന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ മെമ്മറി പവറിനല്ല അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കുറേ കാണാപാഠം സ്റ്റുഡൻസ് ചിലപ്പോൾ വിചാരിക്കും NCERT ഫുള്ള് പഠിക്കണം, അപ്പോൾ ലൈൻ ബൈ ലൈൻ ഇങ്ങനെ കാണാതെ പഠിക്കും. അങ്ങനെയല്ല, ലോജിക്കാണ് പക്ക. ഫിസിക്കൽ എന്ന് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ഇതേപോലുള്ള കുറച്ച് ന്യൂമറിക്കൽ, ഡയറക്റ്റ് ന്യൂമറിക്കൽ വരുന്നതിന് പകരം ഡയറക്റ്റായിട്ട് കുറച്ച് ചോദിക്കുന്നതിന് പകരം ഒന്ന് ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചു. അപ്പോഴാണ് കുട്ടികൾക്ക് ടഫ്നെസ് തോന്നിയത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമാണ്. ചിലപ്പോൾ ഒറ്റയടിക്കേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ, അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് പഠിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം മക്കൾസിനോട് പറയുകയാണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ഈ സൊല്യൂഷനിൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ഉണ്ട്. അതിൽ ഒരു ഗ്രാഫ് റൗൾസ്റ്ററിൻ്റെ ഗ്രാഫൊക്കെ ഉണ്ട്. യെസ്, റിലേറ്റീവ് ലോവറിങ്ങിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൽ ഡെൽറ്റ P1/P10 ഈക്വൽ ടു W2 × 1000 M2 × W1 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷൻ കാണാമെന്ന് പഠിക്കും. അതിൻ്റെ ടേംസ് എന്താണെന്ന് പഠിച്ചു അതിനുള്ള ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ ഈ ഇക്വേഷൻ വരുന്നൊരു ഭാഗമുണ്ട്. ആദ്യം ഡെൽറ്റ P1/P10 ഈക്വൽ ടു Chi2. ഈ Chi2നെയാണ് പിന്നെ W2 ഒക്കെ ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ ചിലപ്പം എക്സാമിനർ ക്വസ്റ്റ്യൻ ചെയ്താൽ ഈ Chi2 വെച്ചിട്ടോ, അല്ലെങ്കിൽ Chi2ൻ്റെ നെക്സ്റ്റ് ടേം ഉണ്ട് N2/N1, അത് വെച്ചിട്ടോ N2/N1 + N2 എന്നാണ്, അതിൽ N1 വേണമെന്നില്ല ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ എന്നൊക്കെ പറയുന്ന, N2 വേണമെന്നില്ല N1 മതി എന്നൊക്കെ പറയുന്ന ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെന്നൊക്കെ പറയുന്ന കുറച്ച് പോയിന്റുകളുണ്ട്. ആ പോയിന്റുകൾ ഇവരെന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും. സ്കിപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിൽ നിന്ന് ആ ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ അവർക്ക് പണി കിട്ടും. അവർ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ അതിന് ഇതേ ക്വസ്റ്റ്യൻ വരുള്ളൂ, PYQ വെച്ചിട്ട് അങ്ങനെ വരുള്ളൂ എന്ന് പഠിക്കുമ്പോൾ പ്രശ്നമാണ്. അപ്പോൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? സംഭവം ഇവർ പഠിക്കുന്നത് തന്നെയാണ്, ഇവരിപ്പോൾ എഴുതിയിട്ടുണ്ടാവും, പക്ഷേ അതിനെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഭാഗം എന്താണെന്നുള്ളത് നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് കോൺസെപ്റ്റും അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഫിസിക്കലിന് അങ്ങനെയാണ് ചോദിച്ചത്. ഓർഗാനിക്കുന്ന ഇതേപോലെ നമ്മൾ വിചാരിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സംഭവം തന്നെ, അതായത് സ്റ്റാർട്ടിങ് എഴുതും, നമ്മൾ കാണാപ്പാടം പഠിച്ച അവസാനം എന്താ കിട്ടുന്നത്, ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു സാധനം എടുത്തിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ ഇതിന് എന്താ കിട്ടുക? സംഭവം അവർ പഠിച്ചായിരിക്കും, ആദ്യം മുതലാണ് ചോദിച്ചാൽ ചിലപ്പോൾ അവർ അതന്നെ എഴുതും. പക്ഷേ സെൻറ്ററിൽ ചോദിച്ചാൽ അവർക്ക് പെട്ടെന്ന് ഓടിയില്ല. അല്ലെങ്കിൽ ഈ ഓർഗാനിക്കിലുള്ള നെയിമുകൾ വെച്ചിട്ട് വേറെ ഒന്നും ഉണ്ടാവില്ല, സ്ട്രക്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് നെയിമുകൾ വെച്ചിട്ട് ഇവരുടെ റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ നെയിമിൻ്റെ സ്ട്രക്ചർ എഴുതാൻ ചിലപ്പോൾ സ്റ്റുഡൻറ്റിന് ചിലപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം. അപ്പോൾ ടഫാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഐഡിയാസ്, ഏകദേശം ഐഡിയാസ്, ലോജിക്കൽ ഐഡിയാസ് ഉണ്ടോ എന്ന് നോക്കുന്ന ടഫ്നെസ് ആയിരിക്കും അവരുണ്ടാകുക. അത് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതങ്ങ് ഫോളോ ചെയ്താൽ മാത്രം മതിയാവും. എനിക്കൊന്ന് ഫിസിക്സിലും കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഒരു ഡെറിവേഷൻ, സാധാരണ ഡെറിവേഷൻ ചോദിക്കുമ്പോൾ ഒരു സാധനം എഴുതാൻ പറയും, ഇത് ഡിറൈവ് ചെയ്യാൻ പറയും. അപ്പോൾ എല്ലാവരും ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ടോ, അത് ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം +2 ഡെറിവേഷൻ ചോദിച്ചപ്പോൾ അതിൽ ഇടയിലൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ആ ഇടയിലുള്ള സ്റ്റെപ്പ് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞു, മൊത്തം ഡെറിവേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇതേപോലെ അപ്പോൾ ഇടയിലുള്ള സ്റ്റെപ്പ് ഇവർക്ക് അത് കണക്ട് ആയില്ല. ഇവർ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അവിടെ എത്തും, പക്ഷെ അത് കണക്ട് ആയില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ള കുട്ടികൾ മറന്നുപോയി. എക്സാം ഹാളിന്റെ ഉള്ളിലാണ് ആ സമയത്തിനുള്ളിൽ പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, കാരണം ഇത് ബൈഹാർട്ട് പഠിച്ചു പോകുന്നതിൻ്റെ ഇതെന്താണെന്നുള്ള കാര്യം ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അതും ഇങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതെ അതെ, എനിക്ക് തോന്നുന്നു ഇപ്പം സാറ് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ അവസാന നിമിഷം ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കുന്ന കുട്ടിക്ക് ഈ പറഞ്ഞ സാധനം നടക്കുന്നുണ്ടാവില്ല. ആ പെട്ടിയിലുള്ള ഫോർമുല പഠിച്ച് അത് പോയി എഴുതാനേ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര ഒരു വലിയൊരു പ്രശ്നമായിരിക്കും ഈ ഒരു എക്സാം പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. അവസാനം ഇരുന്നിട്ട് വൺ ഷോട്ട് ഒക്കെ കാണുന്നുണ്ട് അങ്ങനെ പഠിച്ച് പോകാം എന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒറ്റയ്ക്ക് എനിക്ക് ഈ ചാപ്റ്റർ 3 മണിക്കൂറിൽ തീർക്കണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ചിലപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അങ്ങനെ ഏതിനും നമ്മളൊരു സമയം കൊടുക്കുക, ഏതിനൊരു ഹാർഡ് വർക്കിംഗ് ഉണ്ടല്ലോ, ഏതിനൊരു സ്മാർട്ട് വർക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ ആദ്യം മുതലേ ചെയ്യണം. ഒരു സ്റ്റുഡൻറ്റ് ഇപ്പം വിചാരിക്കുകയാണ് എനിക്ക് +2 നല്ല മാർക്ക് വേണം എന്നൊരു സ്റ്റുഡൻറ്റ് വിചാരിക്കുന്നത്, എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, ആരായാലും അത് വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വർക്ക് അവൻ ചെയ്യണം. അതെപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോഴേ ചെയ്യണം. ഇപ്പോഴേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് വെച്ചാൽ അവസാനത്തേക്കുള്ള ഒരുപാട് ടെൻഷനുകൾ അവന് ഓട്ടോമാറ്റിക്കലായിട്ട് ഇല്ലാണ്ടാവും. മറ്റേ അവസാനം വന്നിട്ട് ടെൻഷൻ അടിക്കുക, ഈ ടെൻഷൻ എക്സാമുകളിലേക്ക് പോവുക, എന്നിട്ട് അറിയുന്നതും കിട്ടാണ്ടിരിക്കുക, ഈ പ്രശ്നങ്ങൾ കുറേ വരും. ഇതൊന്നും ഉണ്ടാവില്ല. ഞാൻ മക്കളോട് എപ്പോഴും പറയുന്ന പോലെ പിന്നെ എക്സാം ടഫായാൽ പോലും ടഫായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് എഴുതാൻ കിട്ടി എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ പഠിക്കാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. അത് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്താൽ മതി. നമ്മളിപ്പോൾ കുറച്ച് പേടി ഉണ്ടാക്കിയിട്ടുണ്ടാവും കുട്ടികളുടെ ഇതൊക്കെ കേട്ട്. കഴിഞ്ഞ ദിവസം ഒരു ലൈവിൻ്റെ കമൻസിൽ ഞാൻ യൂട്യൂബ് ലൈവ് എടുത്തപ്പോൾ കണ്ടാണ് സാറ് പേടിപ്പിക്കുന്നത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. അതായത് കുട്ടി ഉദ്ദേശിച്ച് ചിലപ്പം അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പേടിപ്പിച്ചാലല്ലേ കുട്ടികൾ വന്ന് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുള്ളൂ, അങ്ങനെ വിചാരിച്ച് പറയുന്നതാണെന്ന് പറഞ്ഞ 2 കമൻറ്റ് ചെയ്യാൻ കണ്ടു. അപ്പം സാറിൻ്റെ അഭിപ്രായം എന്താണ്? നമ്മൾ അങ്ങനെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണോ ഇങ്ങനെ? അതല്ലേ ഇതാണോ ശരിക്കത്തെ റിയാലിറ്റി? ഈ പേടിപ്പിക്കുന്നത് പറഞ്ഞാൽ ഇതാണ് റിയാലിറ്റി, ഇതാണ് സംഭവം.
അതായത് എല്ലാത്തിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു കാര്യത്തിൽ പിന്നെ പ്രോ ആവണമെങ്കിൽ അതിൽ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള ശ്രമങ്ങൾ നടത്തണം. ഓടിച്ചിട്ട് ഒരാൾ ബൈക്ക് കയറിയുന്ന ഓടിക്കാൻ കഴിയില്ലല്ലോ. അതിനുള്ള ശ്രമങ്ങൾ ആദ്യം മുതലേ നടത്തേണ്ടി വരും. പ്ലാൻ ചെയ്ത് ബൈക്ക് ഓടിക്കാൻ പഠിക്കണം, ആദ്യത്തെ തവണ വീഴും, അതിൻ്റെ ഗിയർ മാറ്റാൻ പഠിക്കണം, ഇങ്ങനെ സാധനങ്ങളൊക്കെ പഠിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് അവൻ ഓടിക്കും. അപ്പോൾ പിന്നെ അവൻ സ്മൂത്ത് ആയിരിക്കും. അത് ഇത്ര ഈസി ആയിരുന്നു എന്ന് ചോദിക്കും. ഇതേപോലെയാണ് പഠനം. നമ്മുടെ കെമിസ്ട്രിയിലാണെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അത് പതിയെ അതിന് വേണ്ട രൂപത്തിൽ പ്ലാൻ ചെയ്താണ് കയറണമെങ്കിൽ അവസാനം ചോദിക്കും ഇത്ര ഈസി ആയിരുന്നു കെമിസ്ട്രി, 10 ചാപ്റ്റർ, ഓർഗാനിക്കൊക്കെ ഈസി ആണല്ലോ എന്ന് ചോദിക്കും. അപ്പം പേടിപ്പിക്കാന്നുള്ളതല്ല, പക്ഷേ ഇതാണ് റിയാലിറ്റി. നമ്മൾ കൃത്യമായിട്ട് നീങ്ങാതെ അവസാനം എന്ന് വെച്ചാൽ പേടിക്കേണ്ടി വരും. ഫസ്റ്റ് മുതൽ വെച്ചാൽ പേടി എന്ന് പറയുന്ന സാധനം നമുക്ക് ചലഞ്ചിങ് ആക്കി എടുക്കാനും പറ്റും, ഒരു പ്രശ്നമല്ലാണ്ടാക്കി എടുക്കാൻ പറ്റും. എനിക്കൊന്ന് ഈ ഒരു റിയാലിറ്റി കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് തോന്നുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ഇത്രയും നമ്മൾ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. കുറച്ചും കൂടി പഠിച്ചു പോയാൽ മതി എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയണ്ടാവും. ഇപ്പോഴത്തെ പാറ്റേൺ ആക്ച്വലി മാറുന്നുണ്ട്. അതിന്റെ എഫക്റ്റ് എനിക്ക് തോന്നുന്നു റിസൾട്ടിലും അറിയാനുണ്ട്. പാസ് പെർസെൻറ്റേജ് കുറഞ്ഞു വരികയാണ്, A+ന്റെ എണ്ണം കുറഞ്ഞു വരികയാണ്, ഫുൾ മാർക്കിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പോൾ അത് ആക്ച്വൽ റിയാലിറ്റിയാണ്. എനിക്ക് തോന്നുന്നു ഇതിപ്പം നിങ്ങൾ എല്ലാം ഈ പറയുന്നത് ബാച്ചിൽ സാറിൻ്റെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ടോ എൻ്റെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ടോ ഒന്നല്ല. നിങ്ങളിപ്പം നിങ്ങളുടെ സ്കൂളിൽ ഇവരുടെ സ്കൂളിൽ നല്ല ടീച്ചേഴ്സ് നല്ലോണം ഈ പറഞ്ഞ പോലെയൊക്കെയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ വേറെ ട്യൂഷന് പോകുന്നുണ്ട്, സാർ ഈ പറഞ്ഞ പോലെ തന്നെ അവർ കോൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മതി. ഇനി അതല്ല ഒരു കുട്ടിക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഈ പണി ചെയ്യാൻ പറ്റുമെങ്കിൽ ആരുടെയും സഹായം ഇല്ലാണ്ട് വേണം ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഒന്നും ബാച്ചിലേക്ക് കൊണ്ടുവരുന്നല്ല, പക്ഷേ അവസാനം പഠിക്കുന്നത് ആരുടെ അടുത്താണെങ്കിലും ഈ രീതിയിലായിരിക്കണം. അതെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രശ്നം. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇവരെ ഭാഗത്തുനിന്ന് തന്നെ പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ മക്കളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇതേപോലെ ഒരു സ്റ്റുഡൻറ്റ് എന്നോട് പറഞ്ഞത്, നേരത്തെ പറഞ്ഞ പോലെ ഓർഗാനിക് ഭയങ്കര ടഫായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നമ്മൾ സ്റ്റേറ്റ് ബോർഡിലുള്ള ഒരു സ്റ്റുഡൻ്റാണ്. അപ്പം എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. അപ്പം ആ കുട്ടി പറയുകയാണ് കുട്ടികളുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളെല്ലാവരും അത് ഭയങ്കര ടഫാണെന്ന് വിചാരിക്കുന്നു, എന്നിട്ട് സ്കിപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ട PYQ നോക്കിയിട്ട് അത്യാവശ്യം വേണ്ട ഇത് പിന്നെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ എന്ന് പഠിക്കണമെന്ന്, ഇത്ര ഈസി ആയിരുന്നോ ഓർഗാനിക്, ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതിയില്ലേ എന്ന് ചോദിച്ച് ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു സ്റ്റുഡൻറ്റ്. ഭയങ്കര ഹാപ്പി ആയിട്ട് അത് കീറാമുട്ടിയാണെന്ന് വിചാരിച്ചല്ലോ, അത് ഇത്ര പ്രശ്നമായിരുന്നോ എന്ന് വിചാരിച്ച അടുത്തുനിന്ന് അത് പ്രശ്നമല്ലല്ലോ, എല്ലാവരും ടഫാന്നാണ്. അപ്പം എന്നിട്ടാ പറയാണ് സാറ് എല്ലാവരോടും പറയണം, എല്ലാവരും ടഫാന്ന് പറയുന്നത് കേട്ടിട്ട് മക്കൾ ഇങ്ങനെ നിൽക്കരുത്. നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ, നിങ്ങളൊന്ന് അതിനൊന്ന് അപ്രോച്ച് ചെയ്യുക, ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക, അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളത് ഞാനല്ല ഇവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു സ്റ്റുഡൻറ്റ് പറയുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. ഇതൊക്കെ അത് കിട്ടേണ്ട പോലെ കിട്ടണം. അല്ലാണ്ട് നമ്മളങ്ങനെ ഒരു പിന്നെ ക്ലാസ് കാണണം എല്ലാവരും വരൂ എന്ന് പറയാൻ വേണ്ടി പറയണമല്ല. എല്ലാവരും നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് എവിടുന്നാണോ, നിങ്ങൾക്ക് എങ്ങനെ ഇത്രയാണ് നമ്മൾ പറഞ്ഞു തരുന്നത്, ഇങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യണം. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അതുപോലെ ചെയ്യാം. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു +2 കെമിസ്ട്രി സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി അവസാനത്തെ ചോദ്യം എനിക്കുണ്ട് ഒരു ചോദ്യം, കുറേ കുട്ടികൾക്കുള്ളൊരു ചോദ്യമാണ്. സാറിൻ്റെ ക്ലാസ് എടുക്കുമ്പോഴുള്ള എനർജീൻ്റെ ആ സീക്രട്ട് എന്താണ്? എനർജി കുട്ടികളാണ് സത്യം പറഞ്ഞാൽ. സ്റ്റുഡൻസാണ് ശരിക്കും. പിന്നെ എനിക്ക് അങ്ങനെ എന്തെങ്കിലും എനർജി ഉണ്ടെങ്കിൽ തരുന്നത് കുട്ടികളാണ്. കാരണം കുട്ടികൾ നമ്മളെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കാര്യമായിട്ട് റെസ്പോൺസ് ചെയ്യും. നമ്മളെ ബാച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര റെസ്പോൺസാണ് കേട്ടോ. ഇപ്പോഴത്തെ ബാച്ചും +1 ബാച്ചിന് ഞാൻ അധികം കയറിയിട്ടില്ല. +1 ബാച്ച് ഭയങ്കര റെസ്പോൺസാണ്. അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഇങ്ങോട്ട് തരുന്ന റെസ്പോൺസ്, അപ്പോൾ ആ റെസ്പോൺസിനനുസരിച്ചാണല്ലോ നമുക്ക് തിരിച്ച് ക്ലാസ് എടുക്കാൻ തോന്നുക. അപ്പോൾ ആ ക്ലാസ് നമുക്ക് റെസ്പോൺസിന് നമുക്ക് അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കാൻ തോന്നും. പിന്നെ ഇവർ തരുന്ന ഫീഡ്ബാക്ക്, നമ്മളിങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന രൂപത്തിലാണ് നമുക്കിങ്ങനെ കമൻസുകളൊക്കെ വായിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇവർ പേഴ്സണലി മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് തരും. അപ്പം നമ്മൾ വിചാരിക്കുന്നത്, ഇപ്പോൾ ഞാനെപ്പോഴും ക്ലാസ് എടുക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഈ ഞാൻ പറയുന്ന ഒരു സാധനം, ഇപ്പം എല്ലാവരും പറയുന്നുണ്ടല്ലോ, നമ്മൾ പറയുന്ന സാധനം ആയിരിക്കില്ല ചിലപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവുക. ഓരോരുത്തരും ഓരോ രൂപത്തിലായിരിക്കും മനസ്സിലാക്കുന്നത്. അത് ഷുവറാണ്, അങ്ങനെയാണ് ഓരോരുത്തരുടെയും പ്രോസസ്സ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്താണോ പറയാൻ ശ്രമിച്ചത് അതിൻ്റെ ഉള്ളിലുള്ള കോണ്ടന്റ് എന്താണോ അതെല്ലാവർക്കും ഒന്ന് കൺവേ ചെയ്യാൻ പറ്റണം. എല്ലാവർക്കും അത്രത്തോളം പറ്റിക്കണമെന്നില്ല, പക്ഷേ ഞാൻ മാക്സിമം അതിന് ശ്രമിക്കും. അപ്പോൾ അതിന് അങ്ങനെ മാക്സിമം എല്ലാവരിലേക്ക് എത്തണം, ഞാൻ ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ മനസ്സിലാക്കി ക്ലിയർ ആയിട്ട് എത്തണം എന്ന് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ വിചാരിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ സ്റ്റുഡൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസോ ഒക്കെ അവരുടെ അടുത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടൊക്കെയാണ് പറയാൻ ശ്രമിക്കുക. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ക്ലാസ് എടുക്കാൻ ശ്രമിക്കും. അപ്പം മാക്സിമം ഒരുപാട് പേർക്ക് കൺവേ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടായിരിക്കും, അവരുടെ ഭാഗത്തുനിന്ന് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് കൂടുതൽ അവരുമായിട്ട് ചേർന്ന് ക്ലാസ് എടുക്കാൻ പറ്റുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നിങ്ങൾ ഉദ്ദേശിച്ച ചോദ്യങ്ങളും കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സെഗ്മെൻറ്റ് എന്തായിരുന്നുള്ളതായിരിക്കും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ഒരു വാല്യൂ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്തായിരുന്നുള്ളതായിരിക്കും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ +2 പഠിക്കുന്ന എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പം ജസീൽ സാറിന് വൺസ് അഗൈൻ താങ്ക് യു.
ഇങ്ങനൊരു എപ്പിസോഡ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തതിന്. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം.